ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗം കാണാത്തവർ തീർച്ചയായും അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് 5 വർഷത്തിന് ശേഷം അവർ വീണ്ടും കാണുമെന്ന് ഷ്രെക്ക് അക്കാദമിയിലെ സ്റ്റുഡൻസ് ശപഥം ചെയ്യുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ടാങ്സാനെയും വൂവിനെയുമാണ്. വൂവിന് ബോധം വന്നിരിക്കുന്നു. ചുറ്റും നോക്കുമ്പോൾ ടാങ്സാന്റെ ഫാദറിനെ കാണുന്നില്ല. അല്പം കഴിയുമ്പോൾ തന്നെ ടാങ്സാന്റെ ഫാദർ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആദ്യമേ അവന് നന്ദി പറയുകയാണ്. എന്നാൽ അവളുടെയും ടാങ്സാന്റെയും പ്രൊട്ടക്ഷന് വേണ്ടി ഉടനെ തന്നെ ടാങ്സാനെ വിട്ട് അവിടുന്ന് പോകാനാണ് ടാങ്സാന്റെ ഫാദർ പറയുന്നത്. ശരിയാണ്, ഒരു മില്ലേനിയം സോൾ ബീസ്റ്റിനെ ഈ ഫോറസ്റ്റിൽ വെച്ച് അവളുടെ ശക്തിയെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാനാകും. പക്ഷേ മാർഷൽ സോൾ ഹാള് നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. മനുഷ്യരെപ്പോഴും സോൾ ബീസ്റ്റുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലെവലിന്റെ മാക്സിമം അവർക്ക് എത്താൻ സാധിക്കാറില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് മെച്ചപ്പെടാനുണ്ട്, ഒരുപാട് ലെവലുകൾ വർദ്ധിക്കാനുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അധികം കാത്തിരിക്കേണ്ടി വരികയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ശക്തി ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ടാകും. അതിനുശേഷം കണ്ടുമുട്ടാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വൂവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ടാങ്സാന്റെ കൂടെ ആയിരിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലല്ലേ? ടാങ്സാന്റെ ഫാദർ അപ്പോൾ പറയുകയാണ്, ഞാൻ എന്തിനാണ് എതിർക്കുന്നത്? ഇവൻ എന്നെ പോലെ തന്നെയാണ്. ചെറുപ്പത്തിൽ ഞാൻ എങ്ങനെയായിരുന്നുവോ അതേപോലെ തന്നെ. നിനക്കൊരു കാര്യം അറിയാമോ? ആ കാര്യം ടാങ്സാൻ പോലും അറിയില്ല. ടാങ്സാന്റെ അമ്മയും ഒരു സോൾ ബീസ്റ്റ് ആയിരുന്നു. നിന്നെക്കാളും ഒരുപാട് ലെവൽ മെച്ചപ്പെട്ട ഒരു സോൾ ബീസ്റ്റ്. ടാങ്സാന്റെ അമ്മ ഒരു ഹെക്ടോ മില്ലേനിയം സോൾ ബീസ്റ്റ് ആയിരുന്നു. അതായത് മില്ലേനിയം സോൾ ബീസ്റ്റിനേക്കാളും ഒരുപാട് ലെവല് ഉയരങ്ങളിലായിരുന്നു. ടാങ്സാന്റെ ഫാദർ അതിനുശേഷം ഒരു കാര്യം പറയുന്നുണ്ട്. ടാങ്സാന്റെ അമ്മയുടെ കൂടെ ആയിരുന്ന സമയത്ത് ടാങ്സാന്റെ ഫാദറിന്റെ ലെവല് പെട്ടെന്ന് വർദ്ധിക്കുകയായിരുന്നു. അത് പെട്ടെന്ന് 80 വരെയും എത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ഇപ്പോഴും ടാങ്സാന്റെ ഫാദർ എന്താണ് ടാങ്സാന്റെ അമ്മക്ക് സംഭവിച്ചതെന്ന് മാത്രം പറയുന്നില്ല. പക്ഷേ മോശമായിട്ടുള്ള എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാങ്സാന്റെ ഫാദർ അവസാനമായിട്ട് പറയുന്നത് ആ ഒരു ഗതി അവർക്ക് വരാതിരിക്കാൻ വളരെ സ്ട്രോങ് ആയിട്ട് വീണ്ടും അവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയാൽ മതിയെന്ന് പറയുന്നു. ടാങ്സാൻ ഉണർന്നിട്ട് പോയാൽ മതിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ വൂ പറയുന്നത് അവൻ ഉണർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ തനിക്ക് പോകാൻ സാധിക്കില്ല എന്നാണ്. അതിനുശേഷം മയങ്ങിക്കിടക്കുന്ന ടാങ്സാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്റെ ഫാദർ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് അവനെ ഒന്ന് ചുംബിച്ച് അവൾ പോകാൻ ഒരുങ്ങുന്നു. ഇതേ സമയം തന്നെ ടാങ്സാൻ പോലും അറിയാതെ ടാങ്സാന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് അവന്റെയും വൂവിന്റെയും കൈ സോഫ്റ്റ് ആയിട്ട് വലിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. വൂ ആകട്ടെ ഒരുപാട് വിഷമത്തോടെ കരയുന്നുണ്ടായിരുന്നു. അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചീപ്പ് എടുത്തു കഴിയുമ്പോൾ ടാങ്സാന്റെ ഒരുപാട് ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നു. ആ ഒരു ചീപ്പ് കൊണ്ട് അവൾക്ക് മുടി വാരി കൊടുക്കേണ്ടത് അവളെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വൂ ടാങ്സാനോട് ചോദിച്ചിരുന്നു, ജീവിതകാലം മുഴുവനും എനിക്ക് ഇതേപോലെ മുടി വാരി തരുമോ എന്ന്. അതിന് ടാങ്സാൻ പറഞ്ഞത് ജീവിതകാലം മുഴുവനുമല്ല, എത്രയൊക്കെ ജന്മം എടുത്താൽ പോലും ആ ഒരു പ്രവൃത്തി അവൾക്ക് വേണ്ടി അവൻ ചെയ്തു കൊടുക്കുമെന്നാണ്. എന്നാൽ അതൊക്കെ ഓർത്തു കഴിയുമ്പോൾ ഒരുപാട് വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ആ ചീപ്പ് അവന്റെ തന്നെ ഡ്രസ്സിൽ കീപ്പ് ചെയ്തിട്ട് അവൾ പറയുകയാണ്, പക്ഷേ എനിക്ക് ആ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല. പക്ഷേ എനിക്കറിയാം എന്റെ ഓർമ്മകളിൽ എന്റെ കൂടെ എപ്പോഴും നീ ഉണ്ടാകും. ഇതേ സമയം തന്നെ ടാങ്സാന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് അവളുടെ കയ്യിൽ ഒരു പ്രത്യേക തരം ആഭരണം പോലെ അറ്റാച്ച് ചെയ്യപ്പെട്ടിരുന്നു. പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി അവൾ പറയുന്നുണ്ട്. ടാങ്സാന് വേണ്ടി ആ ഒരു ഫോറസ്റ്റിൽ എവിടെയോ അവൾ കാത്തിരിക്കുമെന്ന്. പിന്നെ കാണിക്കുന്നത് മാർഷൽ സോൾ ഹാൾ ആണ്. അവിടെ ബിബി ഡോങ്ങും ക്രിസന്തും ഗോസ്റ്റും ഉണ്ട്. ഒരു കാര്യം പറയാനുണ്ട്, ഈ സീരീസിൽ അവരുടെ യഥാർത്ഥ പേരുകൾ വേറെ എന്തൊക്കെയോ ആണ്. പക്ഷെ ഇവർ അറിയപ്പെടുന്നത് ഗോസ്റ്റ് എന്നും ക്രിസന്തും എന്നൊക്കെയാണ്. ബിബി ഡോങ് ക്രിസന്തുമിന്റെ അടുത്താണ് പറയുന്നത്, നമ്മൾ പരാജയപ്പെട്ടത് വെറുതെയല്ല. കുലീനിയെയും മറ്റുള്ള സ്റ്റുഡൻസിനെയും വളരെ സ്ട്രോങ് ആക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഷ്രെക്ക് അക്കാദമിയുടെ മേൽ ഒരു കണ്ണ് വേണം. വൂവിനെ എനിക്ക് എന്തായാലും വേണം. അവളുടെ സോൾഡറിങ് എനിക്ക് അത്യാവശ്യമാണ്. അവൾ എന്തൊക്കെ വന്നാലും ഷ്രെക്ക് അക്കാദമിയിൽ വരാതിരിക്കില്ല. അതിനുശേഷം ഗോസ്റ്റിനോട് പറയുകയാണ്, ഞാൻ നിന്നെ ഏൽപ്പിച്ച ദൗത്യം മറക്കരുത്. എനിക്ക് ഇനിയും സോൾ മാസ്റ്റേഴ്സുകളെ വേണം. അപ്പോൾ ക്രിസന്തും ഒരുപാട് ഉത്കണ്ഠയോടെ പറയുന്നുണ്ട്, അങ്ങ് വളരെ ഡിഫറന്റ് ആയിട്ടുള്ള കൾട്ടിവേഷൻ സ്വീകരിച്ച് രാക്ഷസ തലത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ടും ഒരുപാട് സോൾ മാസ്റ്റേഴ്സിനെ ഇനിയും ബലി കൊടുക്കുകയാണെങ്കിൽ 7 ഗ്രേറ്റ് ക്ലാൻസിന്റെ ശ്രദ്ധ നമ്മളിലേക്ക് തിരിയും. ഉടനെ തന്നെ ദേഷ്യത്തോടെ ബിബി ഡോങ് പറയുകയാണ്, അവരെ ആര് വകവെക്കുന്നോ അവരെ ഞാൻ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. എനിക്ക് എന്റെ ശക്തിയുടെ പൂർണ്ണതയിലെത്തണമെങ്കിൽ ഒരു ഹെക്ടോ മില്ലേനിയം സോൾ ബീസ്റ്റിന്റെ സോൾ റിങ് കൂടി വേണം. അതിനാണ് വൂവിനെ വേണമെന്ന് പറഞ്ഞത്.
പിന്നെ കാണിക്കുന്നത് ടാങ്സാനെ ഹീല് ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്റെ ഫാദറിനെയാണ്. ബോധം വന്ന ഉടനെ തന്നെ വൂവിനെയാണ് അവൻ അന്വേഷിച്ചത്. അവന്റെ ഫാദർ ആണ് വൂവിനെ പറഞ്ഞു വിട്ടതെന്ന് മനസ്സിലായി. പക്ഷേ വൂവിന്റെ താല്പര്യമില്ലാതെ ഒരിക്കലും വൂ അവനെ വിട്ടു പോകില്ല എന്ന് അവന് ഉറപ്പായിട്ടും അറിയാം. വൂവിനെ അവന് നന്നായിട്ട് അറിയാം. അവളുടെ സ്ഥാനത്ത് അവനായിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യുമെന്ന് അവൻ പറയുന്നു. അതിനുശേഷം വൂവിനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ അവൻ അവിടുന്ന് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ വെറും ഒറ്റ കൈ ഉപയോഗിച്ച് അവൻ അവിടെ പിടിച്ചു നിർത്തുകയാണ് ടാങ്സാന്റെ ഫാദർ. അതിനുശേഷം കൈ ഉപയോഗിച്ച് ചെറുതായിട്ട് അവനെ തട്ടിത്തെറിപ്പിച്ചിട്ട് ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, എന്റെ ചെറിയൊരു സ്ട്രൈക്ക് പോലും തടയാൻ സാധിക്കാത്ത നീ എങ്ങനെയാണ് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്? ഓ, ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് മരിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? ഓക്കെ, നിനക്ക് ഒരു ചാൻസ് കൂടി തരാം. ടാങ്സാൻ ആകട്ടെ അവന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് ഉപയോഗിച്ച് വളരെ ദേഷ്യത്തോടെ അവന്റെ ഫാദറിനെ ആക്രമിക്കുന്നു. എന്നാൽ അതുപോലും നിഷ്പ്രയാസം പിടിച്ച് അവനെ ഇടിച്ചു തെറിപ്പിക്കുകയാണ് ടാങ്സാന്റെ ഫാദർ. നമ്മൾ പറയാറില്ലേ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ എന്ന്, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനുശേഷം വളരെ സൗമ്യമായിട്ടാണ് ടാങ്സാന്റെ ഫാദർ സംസാരിക്കുന്നത്. എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടായിട്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നീ കരുതുന്നുണ്ടോ? വൂവിന് നിന്നിൽ ഒരു വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നീ വളരെ സ്ട്രോങ് ആയി തീരണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അവൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. അവളും വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നീ വളരെ സ്ട്രോങ് ആയതിനു ശേഷം അവളെ കണ്ടുപിടിക്കുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ ടാങ്സാൻ ഒരുപാട് മോട്ടിവേറ്റഡ് ആകുന്നുണ്ട്. അതിനുശേഷം അവൻ തന്നെ സമ്മതിക്കുന്നുണ്ട്, ശരിയാണ്, ഞാൻ ഒരുപാട് വീക്കാണ്. പക്ഷേ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഉടനെ തന്നെ വളരെ സ്ട്രോങ് ആയി തീരുകയും ഒരുപാട് കാത്തിരിക്കാൻ അനുവദിക്കാതെ ഉടനെ തന്നെ ഞാൻ അവളുടെ അടുത്ത് എത്തിച്ചേരുകയും ചെയ്യും. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ടാങ്സാന്റെ ഫാദർ കുറെ ടിപ്സുകൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നു. അതിനു മുമ്പേ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവന്റെ നഷ്ടപ്പെട്ടു പോയ സ്ട്രെങ്ത് എല്ലാം വീണ്ടെടുക്കുകയാണ്. ടാങ്സാന്റെ ഫാദർ അയാളുടെ ശക്തി ഉപയോഗിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ടാങ്സാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നും പറഞ്ഞു കൊടുക്കുന്നു. ടാങ്സാന്റെ ഫാദർ ഇതേ സമയം ഒരു കാര്യം പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ വേദനകളിലൂടെ ഒന്നും കടന്നു പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അതിന് നീ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? അതിന് ടാങ്സാൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, അച്ഛനാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്, എന്നെ സ്കൂളിലാക്കിയത്. എന്തിന്? ഈ അവസാന നിമിഷത്തിൽ പോലും എന്നെയും വൂവിനെയും രക്ഷിച്ചത് അച്ഛൻ തന്നെയല്ലേ? അപ്പോഴാണ് ടാങ്സാന്റെ ഫാദർ പെട്ടെന്ന് ചുമച്ചു പോകുന്നതും ചുറ്റിനുമുള്ള ചോരപ്പാടുകൾ ടാങ്സാൻ കാണാൻ ഇടയാകുന്നതും. അത് കണ്ട ഉടനെ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, അച്ഛന് പരിക്ക് പറ്റിയോ എന്ന്. എന്നാൽ അത് ചെറിയ പരിക്കാണെന്ന് പറഞ്ഞ് ടാങ്സാന്റെ ഫാദർ തള്ളിക്കളയുന്നുണ്ട്. ടാങ്സാൻ ഇതേ സമയം ഒരു കാര്യം പറയുന്നുണ്ട്, സാധാരണ ഒരു കൊല്ലപ്പണിക്കാരനാണ് എന്റെ അച്ഛൻ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ലെജൻഡറി ആയിട്ടുള്ള ഹോത്തിയാൻ തന്നെയാണ് എന്റെ ഫാദർ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനുശേഷം ടാങ്സാൻ പറയുകയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. എന്താണ് അവൻ ചോദിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, അതൊക്കെ എനിക്ക് അറിയാം, പക്ഷെ എല്ലാത്തിനുമുള്ള ഉത്തരം എനിക്ക് പറയാൻ സാധിക്കില്ല. നീ വളരെ സ്ട്രോങ് ആയതിനു ശേഷം മാത്രമേ എല്ലാത്തിനുമുള്ള ഉത്തരം ഞാൻ പറയുകയുള്ളൂ. അതിനുശേഷം അവന് വലിയ രീതിയിൽ ഇഞ്ചുറി വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ സോൾ സ്കില്ലുകൾ കാട്ടാൻ പറയുന്നു. അത് നോക്കിക്കഴിയുമ്പോൾ അവന് വലിയ രീതിയിലുള്ള ഇഞ്ചുറി ഒന്നും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. എന്നാൽ അതിനുശേഷം അവനും ഫാദറിന്റെ പോലെ ഒരുമിച്ച് ചുമക്കുന്നതായിട്ട് കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് സ്റ്റാർ ദുവോ ഫോറസ്റ്റ് ആണ്. അവിടെ ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങളുണ്ട്. ഡിനോസറിനെ പോലെ ഒരുപാട് വലുപ്പമുള്ള മൃഗങ്ങൾ, ഒരുപാട് വർണ്ണങ്ങളോട് കൂടിയ മൃഗങ്ങൾ, വളരെ വേഗതയുള്ള മൃഗങ്ങൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങളെ കാണിച്ചു പോകുന്നുണ്ട്. അവിടേക്ക് വൂ വരുന്നതായിട്ട് കാണിക്കുന്നു. പെട്ടെന്ന് അവളെ ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള എട്ടുകാലി ആക്രമിക്കാൻ വരുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ ഉടനെ തന്നെ അത് ഫീൽ ചെയ്യുന്നത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാങ്സാൻ ആണ്. ആദ്യം അവൻ കരുതിയത് അവിടെ എന്തോ അപകടം വരാൻ പോകുന്നു എന്നാണ്. എന്നാൽ ടാങ്സാന്റെ ഫാദർ പറയുന്നത് ആ സ്ഥലം എന്തുകൊണ്ടും സേഫ് ആണെന്നാണ്. പെട്ടെന്നാണ് ടാങ്സാന് മനസ്സിലായത് വൂവിന്റെ സോൾ പവർ ആണ് അവന് ഫീൽ ചെയ്യാൻ സാധിച്ചത്. അത് കേട്ട് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അവന് അങ്ങനെ ഫീൽ ചെയ്തതെന്ന് ടാങ്സാന്റെ ഫാദർ പറഞ്ഞു കൊടുക്കുന്നു. വൂ പോയ സമയത്ത് ടാങ്സാന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് ഒരു ബ്രേസ്ലെറ്റ് പോലെ അവളുടെ കയ്യിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോ വൂവിന് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ടാങ്സാൻ മെഡിറ്റേറ്റ് ചെയ്യുകയും വൂ ഉള്ള സ്ഥലങ്ങളിലെല്ലാം പ്രത്യേക തരത്തിലുള്ള ബ്ലൂ സിൽവർ പ്ലാന്റ് വളർന്നു വരികയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവളുടെ കയ്യിലുള്ള ടാങ്സാന്റെ ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ ബ്രേസ്ലെറ്റും തിളങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ആ എട്ടുകാലിയും അവളുടെ അടുത്തെത്തിയിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി അവൾ പ്രത്യാക്രമണം നടത്തുന്നു. ചുറ്റിലും ഉയർന്നു വന്ന ബ്ലൂ സിൽവർ പ്ലാന്റും അവളുടെ കയ്യിലുള്ള ബ്ലൂ സിൽവർ പ്ലാന്റും തിളങ്ങിയത് കണ്ടു കഴിഞ്ഞപ്പോൾ ടാങ്സാനെ അവൾക്ക് ഫീൽ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ആ എട്ടുകാലിയിൽ നിന്നാകട്ടെ പല പ്രാവശ്യവും അവൾ ഒഴിഞ്ഞു മാറിയിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു കല്ല് വന്ന് ആ എട്ടുകാലിയുടെ മേത്ത് കൊണ്ടത്. അതിൽ പേടിച്ച ആ എട്ടുകാലി അവിടെ നിന്ന് ഓടിപ്പോയി. അതുകൂടാതെ വൂ
ഇപ്പോൾ സേഫ് ആയി എന്ന് ബ്ലൂ സിൽവർ പ്ലാന്റിലൂടെ ടാങ്സാനും സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇക്കാര്യം ടാങ്സാന്റെ ഫാദറിനോട് പറഞ്ഞു കഴിയുമ്പോൾ ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, ബ്ലൂ സിൽവർ പ്ലാന്റിനെ അങ്ങനെ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. ഇതിന് ഇങ്ങനെ മെസ്സേജ് പാസ് ചെയ്യാൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ടാങ്സാൻ ആകട്ടെ വൂവിനെ കാണുവാതിരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാദറിനോട് അവൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ സ്ട്രോങ് ആകുവാൻ സാധിക്കുക? അവന്റെ ഫാദർ അപ്പോൾ അവനെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. വൂവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആ എട്ടുകാലിയുടെ നേരെ വലിയ കല്ല് എടുത്ത് എറിഞ്ഞത് ഒരു ഹെക്ടോ മില്ലേനിയം സോൾ ബീസ്റ്റ് ആയിരുന്നു. ഇതൊരു ഗൊറില്ലയാണ്. ഈ ഗൊറില്ലയെ നമ്മൾ ഫസ്റ്റ് സീസണിലും കണ്ടതാണ്. അത് വൂവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഗൊറില്ലയാണ്. എർമിങ് എന്ന ചെല്ലപ്പേരിലാണ് വൂ അതിനെ വിളിക്കാറുള്ളത്. വൂവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കരഞ്ഞുകൊണ്ട് എർമിങ് പറയുകയാണ്, അവസാനം നീ തിരിച്ചു വന്നുവല്ലേ? നീ പോയതിൽ പിന്നെ ഊണിലും ഉറക്കത്തിലും നിന്നെ പറ്റി മാത്രമേ ഞങ്ങൾ ചിന്തിച്ചിരുന്നുള്ളൂ. ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണെന്ന് ഉടനെ തന്നെ നമുക്ക് മനസ്സിലാകും. നീ തിരിച്ചു വന്നതിന്റെ ആനന്ദ കണ്ണീരാണിത്. വൂ അപ്പോൾ പറയുന്നുണ്ട്, ഞാനും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തിരുന്നുവെന്ന്. അത് കേട്ട് എർമിങ് പറയുകയാണ്, നീ എന്തിനാണ് ഞങ്ങളെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്നത്? ഈ സ്റ്റാർ ദുവോ ഫോറസ്റ്റിൽ എന്നെയും ഡാമിങ്ങിനെയും അറ്റാക്ക് ചെയ്യാൻ ധൈര്യപ്പെട്ട് ആരാണ് വരിക? അത് കേട്ട് വൂ പറയുകയാണ്, ഞാൻ ആകുലപ്പെട്ടത് നീയും ഡാമിങ്ങും കൂടി അടിപിടി ഉണ്ടാക്കുമോ എന്നോർത്താണ്. കാരണം അവന്റെ മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാനാകില്ലല്ലോ. അപ്പോൾ എർമിങ് പറയുന്നുണ്ട്, എനിക്ക് അവനെ തോൽപ്പിക്കാനാകുമെന്നൊക്കെ. അത് കേട്ട് വൂ ഉച്ചത്തിൽ പറയുകയാണ്, ഡാമിങ് നീ ഇത് കേൾക്കുന്നില്ലേ? എന്നാൽ എർമിങ് പറയുകയാണ്, ഡാമിങ് ഒന്നും കേൾക്കാൻ പോകുന്നില്ല. നമ്മൾ ആ ഫോറസ്റ്റിൽ നിന്ന് ഒരുപാട് ദൂരത്തിലാണ്. അത് കേട്ട് വൂ പറയുകയാണ്, ഒരുപാട് ദൂരത്തിലാണെന്നോ? പിന്നെ എങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്? ഒരു ബ്ലൂ സിൽവർ പ്ലാന്റ് ആണ് തന്നെ അങ്ങോട്ട് നയിച്ചതെന്ന് എർമിങ് അപ്പോൾ പറയുന്നു. അത് കേട്ട് അത്ഭുതത്തോടെ വൂ പറയുകയാണ്, ടാങ്സാന്റെ ബ്ലൂ സിൽവർ പ്ലാന്റിന് ഇത്രയും ശക്തിയുണ്ടോ? അത് കേട്ട് എർമിങ് പറയുകയാണ്, ഞങ്ങൾ നിന്നെ കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടായിരുന്നു ഇത്രയും നാള് ജീവിച്ചത്. എന്നിട്ടും ഞങ്ങളെ കണ്ടിട്ടും നീ എന്താണ് ഞങ്ങളെ കുറിച്ച് സംസാരിക്കാതെ മനുഷ്യനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? വൂ അപ്പോൾ പറയുകയാണ്, ടാങ്സാൻ എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. ഒരു ദിവസം ടാങ്സാനെ നിനക്ക് പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം വൂവിനെയും തോളിൽ കയറ്റി എർമിങ് ഡാമിങ്ങിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് എർമിങ് പറയുന്നുണ്ട്, ടാങ്സാനെ കുറിച്ചൊക്കെ ഡാമിങ് കേൾക്കുകയാണെങ്കിൽ അവൻ ശരിക്കും ദേഷ്യത്തിലാകും. അതിനുശേഷം അവിടെ എത്തിക്കഴിയുമ്പോൾ വൂവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ശേഷം അവൾ ഡാമിങ്ങിനെ വിളിക്കുന്നു. എന്നാൽ അവൻ കേൾക്കുന്നില്ല. അത് കേട്ട് എർമിങ് പറയുകയാണ്, തീർച്ചയായും അവന് നിന്നോട് ദേഷ്യമുണ്ടാകും. എന്നാൽ വൂ അതിനോട് യോജിക്കുന്നില്ല. ഒരുപക്ഷെ അവന് ഒരുപാട് വയസ്സായതുകൊണ്ട് ചെവിട് കേൾക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ എന്റെ ശബ്ദം ലൗഡ് അല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെയാണ് വൂ പറയുന്നത്. അതിനുശേഷം വീണ്ടും ഒരുപാട് ഉച്ചത്തിൽ ഡാമിങ്ങിനെ വിളിക്കുന്നു. എന്നിട്ടും റെസ്പോണ്ട് ഒന്നും ഇല്ല എന്ന് കാണുമ്പോൾ വൂവും അത് സമ്മതിക്കുകയാണ്. എർമിങ് പറയുകയാണ്, അവന്റെ ദേഷ്യത്തിന് കാരണം വേറൊന്നുമല്ല. നീ പോയതിനു ശേഷം 2 വർഷത്തോളം നീ വരുമെന്ന് പ്രതീക്ഷിച്ച് അവൻ കാത്തിരുന്നു. പക്ഷേ പിന്നീട് അവന് മനസ്സിലായി നീ ഒരിക്കലും വരാൻ പോകുന്നില്ലെന്ന്. അതിനുശേഷം നിന്നെ കുറിച്ചൊരു വാക്ക് പോലും അവൻ ഉച്ചരിച്ചിട്ടില്ല. അത് കേട്ട് കഴിയുമ്പോൾ വൂ പറയുകയാണ്, അങ്ങനെയെങ്കിൽ നീ സന്തോഷമായിട്ടിരിക്കൂ, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. പിന്നെയാണ് മനസ്സിലാകുന്നത് അവൾ ആംഗ്യത്തിൽ എർമിങ്ങിനോട് കാണിക്കുന്നുണ്ട് അതവനെ പറ്റിക്കാനാണെന്ന്. അത് മനസ്സിലാക്കി എർമിങ്ങും നല്ല രീതിയിൽ അഭിനയിക്കുന്നു. വൂ നീ പോകരുത്, അവിടെ ഒരു സോൾ ബീസ്റ്റ് കാത്തിരിക്കുകയാണ്, അത് നിന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തും. വൂ പറയുന്നു, അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല, നിങ്ങൾ സേഫ് അല്ലേ എന്ന് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്, ഞാൻ തിരികെ പോവുകയാണ്. എന്നാൽ അപ്പോഴേക്കും വലിയൊരു വ്യാളിയെ പോലത്തെയുള്ളൊരു മൃഗം വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പൊന്തി വരികയാണ്. അതാണ് അസൂർ ബുൾ പൈത്തൺ. എർമിങ്ങിനെ പോലെ അതും ഒരു ഹെക്ടോ മില്ലേനിയം സോൾ ബീസ്റ്റ് ആണ്. പക്ഷേ എർമിങ്ങിനെക്കാളും കുറച്ച് പവർഫുൾ ആണെന്നാണ് തോന്നുന്നത്. അതിന്റെ വലിപ്പം കൊണ്ട് തന്നെ ആ നദി നിറഞ്ഞിരുന്നു. കഴിഞ്ഞ സീസണിലും ഈ ഒരു മൃഗത്തെ നമ്മൾ കണ്ടതാണ്. അത് പൊന്തി വരുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷത്തോടെ വൂ പറയുകയാണ്, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. അപ്പോ ഡാമിങ് അല്പം ദേഷ്യത്തോടെ പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നീയാണ് ഞങ്ങളെ ഉപേക്ഷിച്ചതെന്നാണ്. എർമിങ് അപ്പോൾ പറയുകയാണ്, ഇല്ല, ഇനി ഒരിക്കലും ഇവൾ നമ്മളെ ഇട്ടിട്ട് പോകില്ല. വൂവിനോട് അത് ചോദിച്ചു കഴിയുമ്പോൾ വൂ ഒന്ന് പരുങ്ങുന്നുണ്ട്. അവൾ പറയുകയാണ്, ഞാൻ പോയി കഴിഞ്ഞാലും ഇടയ്ക്കൊക്കെ നിങ്ങളെ കാണാൻ വരാം. നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇതെന്റെ വീടാണ്. ഈ സ്ഥലങ്ങളും നിങ്ങളുമെല്ലാം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എർമിങ് അപ്പോൾ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, സ്റ്റാർ ദുവോ ഫോറസ്റ്റിനേക്കാളും മനുഷ്യരുമായിട്ടുള്ള സഹവാസം എന്തുകൊണ്ടാണ് നിനക്ക് ഇഷ്ടമായത്? വൂ അപ്പോൾ പറയുകയാണ്, അത് വളരെ രസമല്ലേ. മനുഷ്യരുടെ ലോകത്ത് സോൾ കോയിൻ എന്നൊരു സംഭവമുണ്ട്. അതൊക്കെ കൊടുത്താണ് സാധനങ്ങൾ വാങ്ങുന്നത്. എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് തിന്നുകയും എന്നെ അവർ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടുത്തെ ഫുഡ് എന്ത് രസമാണെന്ന് അറിയാമോ? ഡാമിങ് അപ്പോൾ ചോദിക്കുകയാണ്, മനുഷ്യരുടെ ലോകത്തെ ഫുഡ്
ഫുഡാണോ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതാണോ നിന്നെ അവിടെ കൂടുതൽ അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നത്? അത് കേട്ട് കഴിയുമ്പോൾ അവൾ ഒന്ന് പരുങ്ങുന്നുണ്ട്. കാരണം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ടാങ്സാൻ ആണല്ലോ. അതിനുശേഷം അവൾ തുടർന്ന് പറയുകയാണ്, ഞാൻ മനുഷ്യരുടെ ലോകത്ത് എത്തിപ്പെട്ടപ്പോൾ ആദ്യമായി ചെന്നെത്തിയത് ന്യൂഡിങ് അക്കാദമിയിലേക്കാണ്. അത് പറയുമ്പോൾ തന്നെ വൂവിന്റെ ന്യൂഡിങ് അക്കാദമിയിലെ കാലഘട്ടങ്ങളൊക്കെ കാണിക്കുന്നു. അവരെല്ലാം വളരെ ചെറുപ്പമാണ്. കഴിഞ്ഞ സീസണിൽ അവരെയൊക്കെ ഇത്രയും ചെറുപ്പമായിട്ടായിരുന്നില്ല നമ്മൾ കണ്ടത്. ടാങ്സാനുമായിട്ട് ഫൈറ്റ് ചെയ്താണ് അവർ പരസ്പരം പരിചയപ്പെട്ടത്. വൂ തുടർന്ന് പറയുകയാണ്, അവൻ അധികമൊന്നും സംസാരിക്കാറില്ലായിരുന്നു, പക്ഷേ നല്ല ഹൃദയമുള്ളവനായിരുന്നു. പിന്നീട് സന്തോഷത്തിന്റെ നാടുകളായിരുന്നു. ഞങ്ങൾ വളർന്നു വന്നത് പോലും മനസ്സിലായില്ല. അത്ര വേഗത്തിലായിരുന്നു ദിവസങ്ങൾ കടന്നുപോയത്. ടാങ്സാനെ ആ സമയത്തും മറ്റുള്ള സ്റ്റുഡൻസ് യൂസ്ലെസ് ആയിട്ടുള്ള മാർഷൽ സോൾ ഉള്ളവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷേ യൂഷി ആയിരുന്നു അവനെ ശക്തിപ്പെടുത്തിയിരുന്നത്. യൂസ്ലെസ് ആയിട്ടുള്ള ഒരു മാർഷൽ സോളും ഇല്ല, യൂസ്ലെസ് ആയിട്ടുള്ള സോൾ മാസ്റ്റേഴ്സേ ഉള്ളൂ. വൂ തുടർന്ന് പറയുകയാണ്, ഫാമിലിയിലെ ഒരു അംഗത്തെ പോലെയാണ് അവൻ എന്നെ കണക്കാക്കിയിരുന്നത്. ഭക്ഷണമൊക്കെ പരസ്പരം ഷെയർ ചെയ്തിരുന്നു, പരസ്പരം കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ സന്തോഷത്തിന്റെ ദിനങ്ങൾ അവൾ ഓർത്തെടുത്ത് പറയുന്നു. അതിനുശേഷം വെക്കേഷൻ ആയ സമയത്ത് വൂവിന് മാത്രം വെക്കേഷന് വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടാങ്സാന്റെ കൂടെ അവൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും ഒരു കുറിപ്പും വെച്ചുകൊണ്ട് ടാങ്സാന്റെ ഫാദർ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ടാങ്സാന്റെ ഫാദറിനെ അന്വേഷിക്കരുത് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് വൂവിനോട് അവൻ വിഷമത്തോടെ പറഞ്ഞിരുന്നു, ജനിച്ചപ്പോൾ തന്നെ എന്റെ അമ്മ മരിച്ചു, പിന്നീട് എനിക്ക് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇത് അച്ഛനും പോയിരിക്കുന്നു, ഇനി എനിക്ക് ഫാമിലി ഇല്ല, ഇനി എന്തിനാണ് ഞാൻ ഇവിടെ, ഇതെന്റെ വീടാണെന്ന് പറഞ്ഞു നിൽക്കുന്നത്. വൂ അപ്പോൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ അമ്മയും ഇതേപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. നീ ഒരു കാര്യം ചെയ്യും, നീ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ മൂത്ത സഹോദരിയാകാം. എന്നാൽ ടാങ്സാൻ അതിന് സമ്മതിക്കുന്നില്ല. നീ എന്റെ ഇളയ സഹോദരിയാകണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ അവന് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം, പക്ഷേ ഒരിക്കൽ അവൻ വളരെ സ്ട്രോങ് ആകും, അവളെ പ്രൊട്ടക്ട് ചെയ്യും. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ വൂ പറയുന്നുണ്ട്, ഈ ലോകം മുഴുവനും എനിക്കെതിരെ തിരിയുകയാണെങ്കിലോ, വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ എന്നെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലോ, അന്ന് ടാങ്സാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു, എന്റെ ഡെഡ് ബോഡിയിൽ ചവിട്ടിയിട്ടല്ലാതെ ആരും നിന്നെ തൊടാൻ പോകുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൂടെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു. ടാങ്സാൻ ആകട്ടെ ഇന്നേ വരെയും ആ വാക്ക് തെറ്റിച്ചിട്ടുമില്ല. അതിനുശേഷം അവർ ഷ്രെക്ക് അക്കാദമിയിലെത്തി. അവിടെ വെച്ച് തന്നെ അതൊരു ദാരിദ്ര്യം പിടിച്ച സ്കൂളാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഡോറ് പോലും തൊടുമ്പോൾ തന്നെ തകർന്നു വീഴുന്നുണ്ട്. അതിനുശേഷം ഫ്ലാൻഡറിന്റെ ഒരു പ്രഭാഷണം കാണിക്കുന്നു. എക്സെപ്ഷണൽ ആയിട്ടുള്ള കഴിവുകളുള്ളവരെ മാത്രമേ ഷ്രെക്ക് അക്കാദമി എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീ പോലും റീഫണ്ട് കിട്ടുകയില്ല. ഇവിടെ വെച്ചാണ് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. മാ ഹോങ് ജുൺ ഇങ്ങനെയാണ് അക്കാദമിയിൽ പ്രവേശിച്ചതായിട്ട് കാണിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ സീസണിൽ മാ ഹോങ് ജുൺ അവരുടെ കൂട്ടത്തിൽ ചേർന്നത് ഇങ്ങനെ ആയിരുന്നില്ല. അവർക്ക് കിട്ടിയ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ വെച്ചാണ് മ്യൂട്ടേഷൻ സംഭവിച്ച മാ ഹോങ് ജുണിനെ അവർ കണ്ടുമുട്ടുന്നത്. ഫീനിക്സിന്റെ ശക്തിയാണ് അവനുള്ളത്. ഈ സീസണിലും ഫീനിക്സിന്റെ പവർ തന്നെയാണെങ്കിലും ഒറിജിൻ കാണിച്ചിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. മുബായിയും ഓസ്കാറും ഒക്കെ സീനിയർ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരുന്നു, എന്നിട്ട് പോലും അവർക്ക് വീണ്ടും ടെസ്റ്റ് നടത്തുന്നു. അതിനെപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഈക്വൽ ആണ് എന്ന ഉത്തരമാണ് ഫ്ലാൻഡർ പറഞ്ഞത്. അതിനുശേഷം വൂജി എന്ന ടീച്ചറാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഫൈറ്റിന് നേതൃത്വം കൊടുക്കുന്നത് മുബായി ആണ്. കാരണം അവൻ സീനിയർ സ്റ്റുഡന്റ് ആണല്ലോ. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഫൈറ്റ് ചെയ്തിട്ട് പോലും ആ ടീച്ചറിന്റെ അറ്റാക്കിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. വൂജി മാസ്റ്ററിനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും അവരുടെ ടീം വർക്ക് ഫ്ലാൻഡറിനെ അതിശയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും ടീമിലെടുക്കാൻ ഫ്ലാൻഡർ തീരുമാനിച്ചു. പിന്നീട് അവർ അറിയപ്പെട്ടത് ഷ്രെക്ക് 7 ഡെവിൾസ് എന്നാണ്. അവരുടെ അക്കാദമിയും അവർ ഒരുപാട് മെച്ചപ്പെടുത്തി. പിന്നീട് മാസ്റ്റർ എർലോങ്ങിന്റെ സഹായത്തോടെ മാർഷൽ സോൾ ഹാളിന്റെ കോമ്പറ്റീഷനിലും പങ്കെടുക്കാൻ സാധിച്ചു. പക്ഷേ ഞാൻ കാരണം ആ ഒരു മത്സരത്തിന്റെ അവസാനത്തിൽ എന്റെ കൂട്ടുകാരും കഷ്ടത്തിലായി. അത് കേട്ട് കഴിയുമ്പോൾ എർമിങ്ങിന് ശരിക്കും ദേഷ്യമാകുന്നു. അവൻ ചോദിക്കുകയാണ്, നിന്നെ തൊട്ട മാർഷൽ സോൾ ഹാള് എവിടെയാണ്, അവരാരൊക്കെയാണ്? ഡാമിങ് അപ്പോൾ എർമിങ്ങിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് വൂവിനോട് തുടർന്ന് പറയാൻ പറയുന്നു. വൂ അപ്പോൾ എർമിങ്ങിനോട് പറയുകയാണ്, നീ ആകുലപ്പെടേണ്ട, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. കൃത്യസമയത്താണ് ടാങ്സാന്റെ ഫാദർ അവിടെ എത്തി ഞങ്ങളെ രക്ഷിച്ചത്. നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയാമോ? ടാങ്സാന്റെ അമ്മയും ഒരു ഹെക്ടോ മില്ലേനിയം സോൾ ബീസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ടാങ്സാന്റെ ഫാദർ ഞങ്ങൾക്ക് എതിരെ നിൽക്കാഞ്ഞത്. എന്നാൽ ഡാമിങ് അത് സമ്മതിക്കുന്നില്ല. ടാങ്സാനെ വിശ്വസിക്കാനാവില്ല, അവന്റെ കൂടെ പോകരുത് എന്നാണ് ഡാമിങ് പറയുന്നത്. പ്രധാനമായിട്ടും മറ്റുള്ള മനുഷ്യരും അവളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ കാട്ടിൽ വെച്ച് ആരും അവളെ തൊടാൻ പോകുന്നില്ല. എന്നാൽ വൂ പറയുകയാണ്, പക്ഷെ ഞാൻ ടാങ്സാന് വാക്ക് കൊടുത്തു പോയല്ലോ അവനെ കണ്ടുമുട്ടാമെന്ന്. അല്ല,
ഇവിടെ തീരുമാനമെടുക്കാനുള്ള അധികാരം എനിക്കല്ലേ, നമ്മുടെ ഇടയിലുള്ള റൂൾ അങ്ങനെയല്ലേ. അത് കേട്ട് കഴിയുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അവർ വൂവിനോട് യോജിക്കുന്നു. അതിനുശേഷം ടാങ്സാനെ അവർ എന്ത് വിളിക്കുമെന്നാണ് ചോദിക്കുന്നത്. കാരണം ഇത്രയും വർഷക്കാലം ജീവിച്ച വൂവിനെ ഒരു യങ്ങർ സിസ്റ്റർ ആയിട്ടാണല്ലോ ടാങ്സാൻ കണക്കാക്കുന്നത്. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാമെന്ന് വൂ പറയുന്നു. പിന്നെ കാണിക്കുന്നത് ടാങ്സാനെയും അവന്റെ ഫാദറിനെയും ആണ്. ടാങ്സാൻ അവന്റെ ഫാദറിനോട് ചോദിക്കുകയാണ്, ഒരു സോൾ ബീസ്റ്റ് മനുഷ്യനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? അപ്പോഴാണ് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്. ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, 1,00,000 വർഷം കൾട്ടിവേഷൻ പൂർത്തിയാക്കി കഴിയുമ്പോൾ ഒരു ഹെക്ടോ മില്ലേനിയം സോൾ ബീസ്റ്റിന് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് ഹെവൻലി ട്രിബുലേഷൻ എന്നൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുക. അത് സഹിച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും 1,00,000 വർഷം കൂടി കിട്ടും. അതിനുശേഷം വീണ്ടും ഇതേപോലെ ട്രിബുലേഷൻസിന് നേരിടേണ്ടി വരും. എന്നാൽ അതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ അവർ മരിക്കും. രണ്ടാമത്തെ ഓപ്ഷനാണ് വൂയും ടാങ്സാന്റെ മദറും ഒക്കെ തെരഞ്ഞെടുത്തത്. എന്നാൽ ടാങ്സാന്റെ മദറിന്റെ കാര്യം ടാങ്സാന്റെ ഫാദർ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ വേറൊന്നുമല്ല, 1,00,000 വർഷം കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ മനുഷ്യരായിട്ട് രൂപാന്തരപ്പെടാം. ടാങ്സാൻ അപ്പോൾ അവന്റെ ഫാദറിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാ ഹെക്ടോ മില്ലേനിയം സോൾ ബീസ്റ്റുകളും മനുഷ്യരായിട്ട് രൂപപ്പെടാതിരിക്കുന്നത്? അതിന് സോളിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. മനുഷ്യരായി രൂപപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ കൾട്ടിവേഷൻ 0-യിലായിരിക്കും എത്തിച്ചേരുക. അതിനുശേഷം അവരവരുടെ ലെവലുകൾ വർദ്ധിപ്പിക്കണം. അതിന് അവർക്ക് മൃഗങ്ങളെ കൊന്ന് സോൾഡറിങ് ആർജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അവർ അവരുടെ ലെവല് 100-ലെത്താൻ പരാജയപ്പെടുകയാണെങ്കിൽ അവർ സാധാരണ മനുഷ്യരുടെ പോലെ മരിക്കും. അതുകൂടാതെ ലെവൽ 60-ന് എത്തുന്നതിന് മുമ്പുള്ള അവരുടെ കാലഘട്ടം അറിയപ്പെടുന്നത് ഇമ്മച്വർ ഫേസ് എന്നാണ്. വൂ ഇപ്പോൾ ഉള്ളത് ആ ഒരു ഫേസിലാണ്. ഈ ഒരു ഫേസിന്റെ ഏറ്റവും ദോഷമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അവൾ ഒരു സോൾ ബീസ്റ്റ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ലെവൽ 60 കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരു സോൾ ബീസ്റ്റ് ആണെന്ന് ആർക്കും മനസ്സിലാകില്ല. എത്ര കഴിവുള്ളവർ വന്ന് ടെസ്റ്റ് ചെയ്താൽ പോലും മനസ്സിലാകില്ല. ആ ഒരു സ്റ്റേജ് അറിയപ്പെടുന്നത് മെച്യൂർ ഫേസ് എന്നാണ്. ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് ടാങ്സാന്റെ ഫാദർ വൂവിനെ പറഞ്ഞു വിട്ടത്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഹെക്ടോ മില്ലേനിയം സോൾ ബീസ്റ്റ് ഒന്നും മനുഷ്യരായിട്ട് രൂപപ്പെടാത്തത്. ഒരുപക്ഷെ ടാങ്സാന്റെ അമ്മയും മരിച്ചത് ലെവൽ 100-ൽ എത്താത്തത് കൊണ്ടായിരിക്കാം. ഇതെന്റെ അസംശയം മാത്രമാണ്. മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടിയെന്ന് വരാം. അതുകൂടാതെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ എർമിങ് ആണോ ഡാമിങ് ആണോ വൂ ആണോ മൂത്തെന്ന് പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഓരോ 1,00,000 വർഷം കഴിയുമ്പോഴും വീണ്ടും അവർക്ക് ഹെക്ടോ മില്ലേനിയം സോൾ ബീസ്റ്റ് ആകാം, അല്ലെങ്കിൽ മനുഷ്യരാകാം. അങ്ങനെ അവർ എത്ര വർഷം ജീവിച്ച് കടന്നു പോയിട്ടുണ്ടെന്ന് ആർക്കും പറയാനാകില്ല. ഈ കഥയൊക്കെ എഴുതുന്ന ആൾ അത് എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഉറപ്പുവരുത്താനാകും. ടാങ്സാനെ പരിശീലിപ്പിക്കുന്ന സമയത്ത് തന്നെയാണ് ടാങ്സാന്റെ ഫാദർ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം വളരെ മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് ടാങ്സാനെയും കൊണ്ട് ടാങ്സാന്റെ ഫാദർ വരുന്നത്. ടാങ്സാൻ അത് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. ടാങ്സാന്റെ ഫാദർ ഇതേ സമയം രഹസ്യത്തിൽ പറയുന്നുണ്ട്, വർഷങ്ങൾ ഇത്രയായിട്ടും ഇവിടെ വെച്ച് നടന്ന ആ വലിയ യുദ്ധത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും വിട്ടുപോകുന്നില്ല. ടാങ്സാന്റെ അമ്മയോട് എന്ന പോലെയാണ് രഹസ്യമായിട്ട് ആത്മകഥം ചെയ്യുന്നത് പോലെ ടാങ്സാന്റെ ഫാദർ സംസാരിക്കുന്നത്. നമ്മുടെ മകനെ നീ കാണുന്നില്ലേ എന്നും ചോദിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഗോസ്റ്റ് കുറെ സോൾ മാസ്റ്റേഴ്സുകളെ കൊല്ലുന്നതാണ്. മാർഷ്യൽ സോൾഹാളിന്റെ പ്രവൃത്തികളൊന്നും ഇഷ്ടപ്പെടാതെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. എന്തൊക്കെ ദുഷ്ടപ്രവൃത്തികളാണ് അവർ ചെയ്തു കൂട്ടുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ സമാധാനം എന്നത് നമുക്ക് ഒരിക്കലും ഉണ്ടാകില്ല എന്നൊക്കെ ആയിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഗോസ്റ്റ് അവിടെ എത്തി അവരെ കൊല്ലുകയായിരുന്നു. ഗോസ്റ്റിനെ കണ്ടപ്പോൾ തന്നെ അവർ പേടിച്ച് വിറച്ചിരുന്നു. ഗോസ്റ്റിന്റെ അറ്റാക്കിൽ അവർ ചാരമായി തീരുന്നുണ്ട്. ആ പുക ഗോസ്റ്റ് ശ്വസിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അവനും ഒരുപാട് സോൾ റിങ്ങുകളുണ്ട്. കാരണം മാർഷ്യൽ സോൾഹാളിന്റെ എൽഡസ്റ്റ് ആയിട്ടുള്ള സോൾ മാസ്റ്റർ ആണല്ലോ. ഈ ഒരു സീരീസിന് അത്യാവശ്യം വ്യൂസ് കിട്ടുന്നത് കൊണ്ട് തന്നെ ചൊവ്വയും വ്യാഴവും ഞാൻ ഈ ഒരു സീരീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. മാക്സിമം ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.